വളരെ രസകരമായ ഒരു പ്രോഡക്റ്റാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ പെടുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ പേര് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ചോദിക്കും, ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ് ഇത്. ആദ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആ ട്രൈ ചെയ്യുന്നതിൽ വിജയിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ബോട്ടിലും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് ആ ബിസിനസ്സിലേക്ക് വരാവുന്നതാണ്. പതിയെ അല്പം പണം മുടക്കി ഒരു ചെറിയ ഇൻഡസ്ട്രി തന്നെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. കേരളത്തിൽ ഈ ഇൻഡസ്ട്രി ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി വരുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. മെയിൻലി UP, ഡൽഹി ഏരിയയിൽ നിന്നാണ് ഈ പ്രോഡക്റ്റ് കേരളത്തിൽ വരുന്നത്. എല്ലാ തരത്തിലുള്ള ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്രാൻഡഡും വരുന്നുണ്ട്, ബ്രാൻഡ് അല്ലാത്ത ലോക്കൽ ബ്രാൻഡുകളും വരുന്നുണ്ട്. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കറിയാം, നെയിൽ പോളിഷ് പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ക്യൂടെക്സ് എന്നാണ്. ക്യൂടെക്സ് എന്ന് പറഞ്ഞാൽ ഒരു നെയിൽ പോളിഷിൻ്റെ കമ്പനിയാണ്, ഒരു ബ്രാൻഡാണ്. പക്ഷേ കേരളക്കരക്കാർ ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിനെ ക്യൂടെക്സ് ആക്കി മാറ്റിയിരുന്നു. നമ്മൾ കോൾഗേറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ആക്കി മാറ്റിയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ആൾക്കാർ നെയിൽ പോളിഷ് എന്നേ പറയൂ. അപ്പോൾ നെയിൽ പോളിഷ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെയേറെ ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റാണ്. ഈ നെയിൽ പോളിഷിന് വളരെ വലിയ വിപണിയാണ് ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എന്താണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, എന്ത് അനുപാതത്തിലാണ് എടുക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയുന്നത്. ബാക്കി നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം, മാർക്കറ്റ് പഠിക്കണം, കെമിക്കലിനെ കുറിച്ച് പഠിക്കണം. അതിനൊക്കെ ശേഷം മാത്രമേ വലിയ രീതിയിലുള്ളൊരു പ്രൊഡക്ഷൻ ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. ജസ്റ്റ് ഒരു ഐഡിയ നമ്മൾ തരികയാണ്. കേരളത്തിൽ ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിയാണ്. ആര് തുടങ്ങിയാലും നല്ല രീതിയിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് എഴുതിയെടുത്തോളൂ. ആദ്യം വേണ്ടത് നൈട്രോ സെല്ലുലോസ് ആണ്. അത് 200 ഗ്രാം വേണം. പിന്നെ വേണ്ടത് റിസോൾസിനോൾ ഡൈ അസറ്റേറ്റ് ആണ്. അത് വേണ്ടത് 200 ഗ്രാം ആണ്. പിന്നെ വേണ്ടത് മൂന്നാമത്തെ ഐറ്റം ഈഥൈൽ ലാക്ടേറ്റ് ആണ്. അത് വേണ്ടത് 400 ഗ്രാം ആണ്. പിന്നെ വേണ്ടത് മിഥൈൽ അസറ്റോൺ ആണ്. അത് 1200 ഗ്രാം വേണം. ഇപ്പോൾ ടോട്ടലി നമ്മൾ 2000 ഗ്രാം 2 കിലോയുടെ പ്രോഡക്റ്റാണ് എടുത്തിരിക്കുന്നത്. ഈ പ്രോഡക്റ്റൊക്കെ ഈ റോ മെറ്റീരിയലൊക്കെ എവിടെ കിട്ടും എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പുകളിൽ അന്വേഷിക്കുക. സാധ്യത വളരെ കുറവാണ് കിട്ടാൻ. പക്ഷേ അവർക്ക് കെമിക്കൽ കമ്പനികളുമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട് അവർ മുഖാന്തരം നമുക്ക് എടുപ്പിക്കാൻ പറ്റും. ഒരു ഏജന്റ് എന്ന രീതിയിൽ അവർ നമുക്ക് എടുത്തു തരും. ചെറിയ വേരിയേഷൻ റേറ്റിൽ വരും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, അവർക്കാവുമ്പോൾ അവരുടെ രീതിയിൽ കിട്ടും. നമ്മൾ ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ ബൾക്കായിട്ട് വാങ്ങിക്കേണ്ടി വരും. അത് സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് വാങ്ങിപ്പിച്ച് അവരുടെ ലാഭം കൂടെ കൊടുത്ത് നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിന് വേണ്ടത് ബോട്ടിൽസ് ആണ്. അറിയാമല്ലോ, നെയിൽ പോളിഷ് വരുന്ന ബോട്ടിലിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ബോട്ടിലും കാര്യങ്ങളും എല്ലാം ഇങ്ങനെയുള്ള കമ്പനികൾ തന്നെ നമുക്ക് അതിൻ്റെ റെഫറൻസ് തരും. എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എന്ത് വില എന്നുള്ളതെല്ലാം അവർ തന്നെ പറഞ്ഞു തരും. ഈ സംഭവങ്ങൾ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു 4 ഐറ്റം ഇവയെല്ലാം ഒന്നിച്ച് ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ട് 2 കിലോയോളം വരുന്ന നെയിൽ പോളിഷ് ലഭിക്കും. ഇവിടെ കളറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കളർ നമുക്ക് ഇതിനകത്ത് തോന്നുന്ന രീതിയിൽ, നമ്മളുടെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കളറുകൾ മിക്സ് ചെയ്ത് പോകാവുന്നതാണ്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.